യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് പ്രേക്ഷകരെ, കർത്താവിൻ്റെ തിരുനാമത്തിൽ വീണ്ടും തിരുവചന ശുശ്രൂഷയിലേക്ക് നമ്മെ വിളിച്ചു ചേർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. ഒത്തിരിയേറെ ധ്യാനം കൂടിയിട്ടും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് അനുഗ്രഹം ലഭിക്കാതെ തകർച്ച മാത്രമായി പോകുന്നതെന്ന് പരാതി പറഞ്ഞൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ധ്യാനം കൂടി കൂടുതൽ തകർന്നു. എന്താണ് കാരണം? ഓരോ ധ്യാനവും കൂടുന്നതനുസരിച്ച് തകർച്ചയുടെ വലിപ്പം കൂടുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ധ്യാനം കൂടി വചനം ശ്രവിച്ചിട്ട് തകർന്നു പോകുന്നത്? എനിക്ക് മാത്രമെന്താണ് അനുഗ്രഹത്തിൻ്റെ നിലനിൽപ്പില്ലാത്തത്? ഇതാണ് ആ മനുഷ്യൻ്റെ ഒരു വല്ലാത്ത ചോദ്യം. ഈ ചോദ്യത്തിനൊരു മറുപടി മാനുഷികമായിട്ട് കൊടുത്താൽ അതൊരിക്കൽ പോലും ആ മനുഷ്യന് തൃപ്തി ലഭിക്കില്ലെന്ന് മാത്രമല്ല, അത് നമുക്ക് കൂടി അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് വ്യക്തമാണ്. കർത്താവിൻ്റെ ആത്മാവ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ ഉത്തരം തരികയാണ്. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഈ വചനത്തിൽ ശക്തമായ 2 മുന്നറിയിപ്പുകൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പുതിയ വീഞ്ഞ് തോൽക്കുടം പഴയത്, പുതിയ തുണി പഴയ തുണിയിൽ ചേർത്ത് വെക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകത, പല വ്യക്തികളുടെയും ധ്യാനം ഈ പഴയ തുണിയുടെ ഓട്ടയടക്കൽ പോലെയാണ്. അവർ ഓട്ടയടച്ചു വരുമ്പോൾ പലപ്പോഴും ഇത് കീറിപ്പോവുകയും ഓട്ട വലുതാവുകയും ചെയ്യുകയാണ്. ആ കീറൽ വലുതായി പോവുകയാണ്. ചിലർ സ്വീകരിക്കുമ്പോൾ അവർ വലിയ സന്തോഷത്തോടെയാണ് കർത്താവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നത്. പക്ഷേ ഈ അനുഗ്രഹം അവരിൽ നിന്ന് അവരെയും തകർത്തുകൊണ്ടാണ് പോകുന്നത്. പ്രാർത്ഥിച്ച് ലഭിച്ച ഭവനം, പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞ്, പ്രാർത്ഥിച്ച് ലഭിച്ച ജോലി, ഇതെല്ലാം ഒരിക്കൽ അവരെ തകർത്തെറിയാൻ തക്ക വിധത്തിൽ അവർക്ക് മേൽ ആധിപത്യം ഉറപ്പിക്കുന്നു. ഇത് പ്രാർത്ഥന കൊണ്ട് ലഭിച്ച അനുഗ്രഹമല്ലേ? എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നു? ഉത്തരം ഈ വചനത്തിൽ കിടപ്പുണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് തരികയാണ്: പുതിയ വീഞ്ഞ് തോൽക്കുടം പഴയത്. അനുഗ്രഹം നീ സ്വീകരിച്ചപ്പോഴും നിന്റെ പഴയ സ്വഭാവത്തെ നീ ഇപ്പോഴും നിന്നിൽ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നിന്റെ അനുഗ്രഹം അതുവഴിയാണ് പുറന്തള്ളപ്പെടുന്നതെന്ന് ശക്തനായ ദൈവം വളരെ വ്യക്തമായി ഉത്തരം തരികയാണ്. ചില മനുഷ്യരൊക്കെ ധ്യാനം കൂടി നവീകരിക്കപ്പെട്ട് വന്നാലും അവൻ്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ ചിലർ സമ്മതിക്കുകയില്ല. ചില വ്യക്തികളിലൂടെ പിശാച് ഇടപെടും. അവർ പറയും, എത്രയൊക്കെ ആയാലും അവൻ വചനത്തിലായില്ലേ, എത്രയൊക്കെ വന്നാലും അവൻ പ്രാർത്ഥിക്കുന്നില്ലേ, കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും അവനിപ്പോൾ ഈശോയെ വിളിക്കുന്നില്ലേ. പക്ഷേ അവർ പറയും, എത്രയൊക്കെ സൂക്ഷിച്ചാലും അവൻ്റെ പഴയ സ്വഭാവത്തിൽ കുറച്ച് അവനിലുണ്ടാവും. ഇത് അവന് പോലും അവൻ്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു തെറ്റായ പ്രബോധനം അവനിൽ നിറച്ചു കൊടുക്കും. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നത്, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ ആ നവീകരണം നിന്റെ ഉള്ളിൽ വേണം. ഇല്ലെങ്കിൽ ഈ പഴയ മനുഷ്യനിലാണ് നിന്റെ പുതിയ അനുഗ്രഹത്തെ നീ പിടിച്ചു വെക്കുന്നതെങ്കിൽ ആരെല്ലാം അതിനെ ന്യായീകരിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ തകർക്കാൻ ഈ അനുഗ്രഹം തന്നെ മതിയാകും. പുറത്തുനിന്ന് വേറെ ഒന്നും വേണ്ടി വരില്ലെന്ന് ശക്തനായ ദൈവം അതിശക്തമായൊരു മുന്നറിയിപ്പ് തരികയാണ്. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അവന് ലഭിച്ച അനുഗ്രഹം എന്നും നിലനിൽക്കണം, അവന് ലഭിച്ച സമാധാനം നിലനിൽക്കണം. ദൈവാനുഗ്രഹിച്ച് പല വ്യക്തികൾക്കും ലഭിക്കുന്ന സമാധാനവും സൗഖ്യവും വിടുതലും എല്ലാം ഏതാനും നാളുകൾക്കുള്ളിൽ കൈമോശം വരുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ അവർ പറയും, ആ ധ്യാനാനുഭവത്തിൽ നിൽക്കുമ്പോൾ അതൊക്കെ നിൽക്കും, ഇല്ലെങ്കിൽ അതെല്ലാം പോകും. ഇങ്ങനെ
തൊടുമ്പോൾ അടർന്നു പോകുന്ന അല്ലെങ്കിൽ വിട്ടുമാറിപ്പോകുന്ന ഒരു അനുഗ്രഹമല്ല ദൈവം നിനക്ക് തന്നത്. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി സന്ദർശിച്ച ദൈവത്തെ നീ പരിഹസിക്കുന്നതിന് തുല്യമാണ് ദൈവം തന്ന പല അനുഗ്രഹങ്ങളും. യൂദാസ് അയാൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഈ മനുഷ്യൻ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇയാൾ പിന്നെ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നത് പരിപൂർണ നാശത്തിലേക്കാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം പറയുന്നത്, എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ടൊരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മണിക്കൂറുകൾക്ക് മുമ്പ് അവൻ കർത്താവിനെ സ്വീകരിച്ചതാണ് അവനിലേക്ക്. കർത്താവിനെ സ്വീകരിച്ചതിൻ്റെ പിന്നാലെ അതിന് മുന്ന് തന്നെ അവൻ വേറെ ചിലത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ പഴയ മനുഷ്യനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അവൻ യേശുവിൽ നിന്ന് ഈശോയെ തന്നെ അവൻ സ്വീകരിച്ചിറങ്ങിയതാണ്. പക്ഷെ യേശുവിനെ സ്വന്തമാക്കി അവൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണുന്നു, അവൻ തലകുത്തി വീണ് അവൻ്റെ ഉദരം പിളർന്ന് തോൽക്കുടം ഭേദിക്കപ്പെട്ടതുപോലെ അവൻ ചിതറിപ്പോവാണ്. അവൻ്റെ അനുഗ്രഹം എവിടം വരെ ഉണ്ടായിരുന്നു? ഈശോ വ്യക്തമാക്കി 12 സിംഹാസനങ്ങൾ, സ്വർഗം വരെ അവന് ദൈവം ഉറപ്പു പറഞ്ഞതാ. സ്വർഗം വരെ ഉറപ്പ് പറഞ്ഞത്. ശുശ്രൂഷയിൽ അവൻ ശിഷ്യരോട് ഒപ്പത്തിനൊപ്പം നിന്നവൻ. എല്ലാറ്റേക്കാളും മെച്ചപ്പെട്ട ഒരു അനുഗ്രഹം കൂടെ അവന് കൊടുത്തു, സാമ്പത്തിക മേഖലയും കൂടെ കൈകാര്യം ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും വൃത്തിയായി നോക്കിയിരുന്നവൻ്റെ ഉള്ളിൽ അവൻ്റെ പഴയ മനുഷ്യനെ അവൻ ഒരു കാരണവശാലും പുറന്തള്ളിയില്ല. അത് അവനെ തോൽക്കുടം ഭേദിച്ചു പോയ വീഞ്ഞു പോലെ, ദൈവം കൊടുത്ത അഭിഷേകം പോയതുപോലെ. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നുണ്ടല്ലോ, പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവർ. കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പറ്റി പറയുന്ന പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവർ, അഭിഷേകത്തിൻ്റെ ലഹരി പിടിച്ചവരായിരുന്നു അവരെല്ലാവരും തന്നെ. ആ ലഹരി അവനെ ഭേദിച്ചു പോയപ്പോൾ അവൻ്റെ ജീവനും കൊണ്ടുപോയി. അവൻ്റെ ജീവനും കൊണ്ടുപോയി. ഭൗതിക അനുഗ്രഹത്തെക്കാളൊക്കെ എത്രയോ 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 വലുതാണത്. നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടി അവൻ ശക്തനായ ദൈവത്തെ വിറ്റ് കാശാക്കി. എന്നിട്ട് ഇത് രണ്ടും സ്വീകരിച്ചുകൊണ്ട് അവൻ കർത്താവിനെയും സ്വന്തമാക്കി. പ്രിയപ്പെട്ടവരെ, ദൈവം ചേർത്ത് കൊടുത്തത് പലതും ശക്തമായി നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ഉപേക്ഷിക്കാത്തതിൻ്റെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിതറിക്കപ്പെടുന്നത്? രണ്ടും ഭേദിച്ചു പോകും. രണ്ടും ഭേദിച്ച് എനിക്കറിയാവുന്നൊരു മനുഷ്യൻ, അയാൾ രാവിലെ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകും, സായാഹ്നമാകുമ്പോൾ ദേവാലയത്തിൽ ചെല്ലും, ശക്തമായി പ്രാർത്ഥിച്ച് തിരിച്ചു വരും. പക്ഷെ അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് നശിച്ചു പോയത്. 2 മക്കളും നശിച്ച് വല്ലാണ്ട് അങ്ങ് ആയപ്പോഴും പലരും പറയുന്നുണ്ട്, എത്ര നല്ല മനുഷ്യൻ, ഇയാൾ കർത്താവിനെ ആരാധിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, കൃത്യമായി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടെന്തുകൊണ്ട് ഈ മനുഷ്യൻ നശിച്ചു? എന്നാൽ ഏതാനും നാളുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടുത്തുമെന്ന് വചനത്തിൻ്റെ ശക്തി ഫലം പോലെ പഠിപ്പിച്ചു. ഈ മനുഷ്യൻ കർത്താവിനെ സ്വീകരിക്കും, പ്രഭാതത്തിൽ, സായാഹ്നത്തിൽ വീണ്ടും ദേവാലയത്തിൽ പോകും. പക്ഷെ ഇതിനിടക്കുള്ള സമയങ്ങളിൽ ചില നാളുകളിൽ ഇയാൾ കർത്താവ് വിലക്കിയ 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ വഴിയിലൂടെ മനുഷ്യൻ പോയി. 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ തിരിച്ചടിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ജനത്തിൽ നിന്ന് വിച്ഛേദിക്കും. വെട്ടിമാറ്റപ്പെടുന്നത് തലമുറയാകാം, സമ്പത്താവാം, ആരോഗ്യമാവാം. അവന് പ്രിയങ്കരമായിരിക്കുന്നത് എന്താവോ അതും ആയിത്തീരാം. വെട്ടിമാറ്റപ്പെടുകയാണ്. തോൽക്കുടം ഭേദിച്ചു പോയ വീഞ്ഞു പോലെ, വസ്ത്രം കീറൽ വലുതായതുപോലെ, തലമുറ വേരറ്റ് പോയി കഴിഞ്ഞിട്ടും ഇപ്പോഴും അയാൾക്ക് വ്യക്തതയില്ല. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. പഴയ മനുഷ്യനെ കയ്യിലിങ്ങനെ വെച്ചുകൊണ്ട് ഇയാളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ തലമുറയുടെ അനുഗ്രഹത്തിൻ്റെ ഭാവി അവതാളത്തിലായി. മറ്റൊരുത്തൻ വന്നു. അവൻ്റെ പ്രത്യേകത, അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാരക രോഗം വന്നു. അവൻ ജോലി സ്ഥലത്ത് നിന്ന് പിൻവലിക്കപ്പെട്ടു. അവനെ പറഞ്ഞു വിട്ടു. അവന് ജോലി കൊടുത്തിരുന്ന വ്യക്തി. ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർഷം ജോലിയെടുത്തതാണ്, പക്ഷേ എനിക്ക് രോഗം വന്നപ്പോൾ എന്നെ പുറന്തള്ളി. എൻ്റെ ആത്മാർത്ഥതയ്ക്കൊരു വിലയില്ലാണ്ടായി. ഈ മനുഷ്യനായിരുന്നു സംസാരിച്ചപ്പോൾ ഇവൻ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. പക്ഷേ ഇവന് ജോലി കൊടുത്ത വ്യക്തിയാകട്ടെ അന്യ ആരാധനയിൽ പോകുന്ന വ്യക്തിയും. ദൈവം വിലക്കി ആരാധനയിൽ പോണ മനുഷ്യൻ. ഇയാളുടെ കൂടെ ഇവൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ആദ്യകാലത്ത് പലരും മുന്നറിയിപ്പ് കൊടുത്തു, നീ ജോലി ചെയ്യുന്നത് നല്ലത്, പക്ഷെ നിന്റെ ആരാധനയിൽ കർത്താവല്ലാതെ മറ്റൊരാളുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ നിനക്കത് സർവനാശത്തിന് കാരണമായിത്തീരും. അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ നോക്കിയാൽ കഞ്ഞുകൂടി മുട്ടും.
ഇവനെ സംബന്ധിച്ചിട്ട് ഇവന് ജോലി തരുന്നയാളാണ് ഇവൻ്റെ ദൈവം. മുതലാളിയുടെ കൂടെ ഇവൻ പോകുന്നു, അയാൾ വണങ്ങുന്നിടത്ത് ഇവനും വണങ്ങും, അയാൾ കൊടുക്കുന്നതൊക്കെ ഇവനും കഴിക്കും. വചനമായ അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം തരികയാണ്. ഫിലിപ്പ് ലേഖനം പറയുന്നത് ഇങ്ങനെയാണ്: നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. അങ്ങനെ പോയില്ലേ കഞ്ഞുകൂടി മുട്ടും. അവൻ തൊടുത്തുവിട്ട വാക്കിനെതിരെ ദൈവത്തിൻ്റെ വചനം അവൻ്റെ നേരെ വിരൽ ചൂണ്ടി. നാളുകൾക്കുള്ളിൽ മാരക രോഗം ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ടവനെന്ന് അവൻ കരുതിയിരുന്നയാള്, അവനെ സംരക്ഷിക്കുമെന്ന് കരുതിയിരുന്നയാള് അവനെ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളഞ്ഞു. വചനം കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ മകനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം പരിശോധിച്ചോളാൻ പറഞ്ഞു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. നബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആളില്ലാതിരുന്ന സമയത്ത് അടിമകളായി വന്നവർ കൃത്യമായി അത് വ്യാഖ്യാനിച്ചു. അതിശക്തമായി കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞവൻ, അതിശക്തമായി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ കൃത്യമായും വൃത്തിയായും വ്യക്തമായും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ നബൂഖദ്നേസർ രാജാവിൻ്റെ സമനില തെറ്റിപ്പോയി. ദാനിയേലിൻ്റെ പുസ്തകം 2:46 പറയുന്നു: അപ്പോൾ നബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ വന്ദിച്ചു, കാഴ്ചയും ധൂപവും അവന് വേണ്ടി അർപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. നബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ വന്ദിച്ചു, ആരാധിച്ചു എന്നല്ല പറഞ്ഞേ, വന്ദിച്ചു. പരസ്പരം വന്ദനം കൊടുക്കണമെന്നൊക്കെ അപ്പസ്തോലന്മാരും പറയുന്നുണ്ട്. അയാൾ വന്ദിച്ചു. അയാൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ദൈവം കൊണ്ട് നടക്കുന്നൊരുവൻ, അഥവാ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരുത്തൻ. ഉടനെ തന്നെ വചനം പറയാണ്: ബാബിലോൺ പ്രവിശ്യയുടെ ഭരണകർത്താവായി ജ്ഞാനികളുടെ തലവനാക്കി ദാനിയേലിനെ ഉയർത്തുന്നു. ദാനിയേലിൻ്റെ അപേക്ഷയനുസരിച്ച് ഷദ്രാക്ക്, മെഷാക്ക്, അബ്ദനഗോ എന്നിവരെ ബാബിലോൺ പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിച്ചു. നോക്കുക, അടിമയായിട്ട് ചെന്നവനാണ്, അതിശക്തനായിട്ട് മാറുന്നു. ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ദാനിയേലും കൂട്ടരുമൊക്കെ പുതിയ മേഖലകളിൽ ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ട് നിൽക്കുമ്പോൾ തോൽക്കുടം ഭേദിക്കാനുള്ളതും കൊണ്ട് പിശാച് വരികയാണ്. പണിതു വെച്ചിരിക്കുന്ന വിഗ്രഹത്തെ ആരാധിക്കണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ദാനിയേലും കൂട്ടരും അതിശക്തമായി അതിനെതിരെ നിലപാടെടുത്തു. നേരത്തെ പറഞ്ഞ സഹോദരൻ കഞ്ഞുകൂടി മുട്ടുമല്ലോ എന്ന് കരുതി അയാൾക്ക് ജോലി കൊടുത്തവൻ്റെ ഒപ്പം അന്യാരാധനക്ക് പോയപ്പോൾ ഇവിടെ ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു: ദാനിയേലിനെ നോക്കുക. ദാനിയേൽ അതിശക്തമായ നിലപാടെടുക്കുകയാണ്. നിന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്ന പ്രശ്നമില്ല, കർത്താവത്രേ ദൈവം. തീച്ചൂളയിൽ എറിയപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു മുടിനാരിഴ പോലും നശിക്കാതെ അതിമനോഹരമായി ദൈവം അവരെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ദൈവദൂതൻ കൂടെ ഇറങ്ങി വന്ന് അവരുടെ സ്തുതിപ്പിൽ പങ്കുചേരുകയാണ്. അവരുടെ ശരീരത്തിലെ ഒരു മുടിനാരിഴ പോലും ഭേദിക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവരുടെ അവകാശം പോയില്ലെന്ന് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് നോക്കുക, അവരുടെ ജീവിതത്തിൽ പുതിയ ഉദ്യോഗ കയറ്റം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. വിഗ്രഹാരാധനയ്ക്ക് ഇവർ വഴങ്ങിയില്ല. തീച്ചൂളയിൽ അവർക്കൊരു പോറലേറ്റില്ല. കാരണം അവർ കർത്താവിൽ ഉറപ്പിച്ചു നിന്ന് പഴയ മനുഷ്യനെയോ പഴയ വഴികളെയോ പഠിച്ച വഴികളെയോ ഒന്നും അവർ നോക്കുന്നില്ല. അവർ കർത്താവിലാണ് അവരുടെ ലക്ഷ്യം. നോക്കുക, ഒരുവൻ അവൻ്റെ ജീവിത മാർഗത്തിനു വേണ്ടി മനുഷ്യരിൽ ആശ്രയിച്ചപ്പോൾ ഉദരമാണ് അവരുടെ ദൈവം, ലജ്ജാകരമായി ഇതിൽ അഭിമാനം കൊള്ളുന്നു. അവൻ ലജ്ജിച്ച് വീട്ടിലിരിക്കുകയാണ്. ഇത്രയും നാൾ നടന്നിട്ട് എന്ത് കിട്ടി? അവൻ വീട്ടിലിരിക്കുന്നു. ഇപ്പുറത്ത് നോക്കുക, വചനം മുന്നറിയിപ്പ് തരികയാണ്. ഈ വ്യക്തി അതിമനോഹരമായി ഇവർ മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിക്കുകയാണ്. പഴയ മനുഷ്യനുമായി ഇനി ഒരു ബന്ധവും ജീവിതത്തിൽ ഇല്ല എന്ന് അവർ ശക്തമായ തീരുമാനമെടുത്തു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം പോലും അവർ കഴിച്ചില്ലെന്ന് നമ്മൾ കാണുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 27:16 പറയുന്നു: കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത്. ചില മനുഷ്യർ അനുഗ്രഹം പിടിക്കണം അങ്ങനെ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ഒഴിവാക്കാത്തവൻ്റെ ജീവിതത്തിൻ്റെ ഗതികേടാണ് ഈ വചനത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത്. എത്ര ശക്തനായവനും അവൻ്റെ കയ്യിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മുറുക്കി പിടിച്ചോളണം. അല്പം ദൂരം ചെന്ന് കഴിയുമ്പോൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അവൻ 10 അടി വെക്കുന്നതിന് മുമ്പ് ഇത് ചോർന്നു പോകും.
അവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പമോ അവൻ്റെ കരുത്തോ ഒന്നും അവിടെ ഒരു കാര്യമില്ല. കാരണം അത് നിൽക്കില്ലെന്നേ. ഇത് നമുക്കും വ്യക്തതയുള്ളതാണ്. ചില മനുഷ്യരിങ്ങനെ അവർ അനുഗ്രഹം മുറുകെ പിടിച്ച് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും, പക്ഷെ അത് കയ്യിൽ നിന്ന് പോകും. എനിക്കറിയാവുന്നൊരു സഹോദരി മാരക രോഗം പിടിപെട്ട് കർത്താവിൻ്റെ മുമ്പിൽ അഭയം പ്രാപിച്ചു. 2-3 മാസത്തിൽ ആയുസ്സുള്ളെന്ന് വൈദ്യശാസ്ത്രം കൽപ്പിച്ചവള്, ജീവിതം തീർന്നുവെന്ന് എല്ലാവരും വിധി എഴുതിയവള്, കർത്താവിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന് നിലവിളിച്ചപ്പോൾ കാരുണ്യവാനായ കർത്താവ് അവൾക്ക് ജീവിതം തിരികെ കൊടുത്തു. തൻ്റെ അടുത്ത് വരുന്ന ഒരുവനെ പോലും വെറും കൈയോടെ മടക്കി അയക്കാത്തവൻ. അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച ഇവള് പിന്നെ അങ്ങ് മുന്നോട്ട് പോകുവാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ രോഗശാന്തിയെ മുറുകെ പിടിച്ചവൾ മുന്നോട്ട് പോയി. പക്ഷെ ഇടക്കാലത്ത് വെച്ച് ഇവളുടെ ജീവിതത്തിൽ ഒരു ഭവനം പണി ആരംഭിച്ചപ്പോൾ കർത്താവിനെ മാറ്റി നിർത്തി അവള് വിജാതീയരുടെ ചില വഴികൾ തിരഞ്ഞെടുത്തു. അവളുടെ വിചാരം അവൾ മുറുക്കെ പിടിച്ചിരിക്കുന്ന പിടുത്തം യാക്കോബിൻ്റെ മൽപ്പിടുത്തം പോലെയാണെന്നാണ്. യാക്കോബ് പിടിച്ച പിടുത്തം വേറെ, നമ്മൾ പിടിക്കുന്ന പിടുത്തം വേറെ. അത് അനുഗ്രഹം കൊണ്ട് പോന്നെങ്കിൽ അതുപോലെ പിടിച്ചു നിന്നിട്ടാ പോന്നെ. നമ്മൾ പലപ്പോഴും പിടിക്കുന്നത് ചിന്ത യാക്കോബ് പിടിച്ചതുപോലെ ആണെങ്കിലും എണ്ണ പിടിക്കണ പോലെ. ഏത് രോഗമാണോ അവളിൽ നിന്നും വിട്ടുപോയത് അതേ രോഗം തന്നെ വന്ന് അവളെ ജീവിതത്തിൽ നിന്ന് അങ്ങ് വെട്ടി ഒഴിവാക്കി കൊണ്ടുപോയി. വൈദ്യശാസ്ത്രം പോലും അത്ഭുതപ്പെട്ടു പോയി അവളുടെ മരണത്തിൽ. ഇത്ര പെട്ടെന്ന് ഇതിങ്ങനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. പ്രിയപ്പെട്ടവർ പോലും പറഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്നതാ. തോൽക്കുടം ഭേദിച്ചു പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലിയിട്ടൊന്നും അല്ലല്ലോ പോയത്. അതങ്ങ് പോകും, കാരണം അത് പഴയതാ. പഴയ മനുഷ്യനെ അവൻ്റെ കയ്യിൽ വെച്ചോണ്ടാ നീക്കം നടത്തുന്നേ. തിരുവചനം ഒരു മുന്നറിയിപ്പ് തരും, വെട്ടുകാരനോട് കോടാലി വമ്പ് പറയുമോ? ചില മനുഷ്യർ അങ്ങനാ. അനുഗ്രഹം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ വമ്പും വീമ്പും ഒക്കെ പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അവരറിയുന്നില്ല അവരെ കൂടെ അത് ഭേദിച്ചുകൊണ്ട് പോവുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, നവീകരിക്കപ്പെട്ടിട്ട് 40 കൊല്ലമായി, 25 കൊല്ലമായി, 15 കൊല്ലമായി എന്നൊക്കെ ഊറ്റം കൊണ്ട് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇത് പറയുമ്പോൾ പലരും അവരുടെ പുറംകുപ്പായം, പഴയ കുപ്പായം ഇപ്പോഴും താഴെ വെച്ചിട്ടില്ല. അതിങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് അവരിങ്ങനെ ആഘോഷമായിട്ട് ഈ വീര്യം പറയുമ്പോൾ അവരറിയുന്നില്ല ഇവര് ഇപ്പോഴും കിട്ടിയ അനുഗ്രഹങ്ങളെ അവർ തന്നെ തകർത്തോണ്ടിരിക്കുക. പലപ്പോഴും ഇവരുടെ ഈ പുറംകുപ്പായത്തെ ഏറ്റുപറയും. എങ്ങനെയെന്നറിയാമോ? എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും 40, 30, 25, 15, 10 കൊല്ലമൊക്കെ ആയി നവീകരണം എന്നൊക്കെ പറയുമ്പോഴും പഴയ കുപ്പായം തേച്ച് വടി പോലെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ചോണ്ട് അനുഗ്രഹം വാരി കോരി എടുക്കുമ്പോൾ അത് ഓട്ടയായ പാത്രത്തിൽ വെള്ളം ശേഖരിക്കുന്നത് പോലെയോ എണ്ണ കയ്യിൽ മുറുകെ പിടിക്കുന്നവനെ പോലെയോ തോൽക്കുടം ഭേദിച്ചു പോണവനെ പോലെയാകുമ്പോൾ കൂടിയ ധ്യാനത്തിലൂടെ ലഭിച്ചതൊക്കെ നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളാ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിധിവരെ കാരണക്കാർ. നമ്മുടെ വിചാരം നമ്മൾ കൂടിയിട്ട് ഇത് നഷ്ടപ്പെട്ടു പോകുന്നതിന് വേറെ എന്തൊക്കെയോ കാര്യമുണ്ട്. അങ്ങനെയും വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം ഇളച്ചു തരുന്നത് പലതും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഇളച്ചു തരുന്നതാണ്. പക്ഷേ ഈ ഇളച്ചു തരലിനോടൊപ്പം നമുക്ക് തന്നെ ഒരു നവീകരണം വരുത്തുന്നില്ല. 100 ദിനാറക്കാരനോട് കാണിച്ചത് നമുക്കറിയാമല്ലോ. 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ്റെ പ്രവൃത്തി. 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 ദിനാറക്കാരനെ കണ്ടപ്പോൾ അടുത്ത സെക്കൻഡിൽ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചേക്കുക. ദൈവമേ എന്ന് വിളിക്കാൻ പോലും അവന് പറ്റില്ല. ചിന്തിച്ചു നോക്കണം, ഇവൻ്റെ പഴയ സ്വഭാവം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇവനെ അടിമത്തത്തിലേക്ക് പോയപ്പോൾ നിലവിളിച്ചത്. പലരുടെയും ദൈവസന്നിധിയിലെ നിലവിളിയിൽ അവൻ പരിപൂർണമായ ഒരു വിട്ടുകൊടുക്കലില്ലാത്ത നിലവിളിയാണ്. അതുകൊണ്ട് അവന് കിട്ടിയതിൻ്റെ അടുത്ത മണിക്കൂറിൽ തൊട്ട് കിട്ടിയത് കൈമോശം വരാനും ചോർന്നു പോകാനും ഭേദിക്കപ്പെടാനും സാധ്യത ഉണ്ടെന്ന് ദൈവവചനം ശക്തമായ മുന്നറിയിപ്പ് തരികയാണ്. അവൻ്റെ 10,000 താലന്ത് ഇളച്ചു കിട്ടി പുറത്തോട്ടിറങ്ങിയപ്പോൾ അവൻ ആ എളിമയോടും വിനയത്തോടും കൂടി പുറത്തോട്ടിറങ്ങിയപ്പോൾ 100 ദിനാരക്കാരനെ കാണുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുഖഭാവം മാറുകയാണ്. പഴയ മനുഷ്യനെ അവൻ എത്ര പെട്ടെന്നാണ് എടുത്ത് ധരിച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പം തന്നെ തകർച്ച ആരംഭിക്കുകയാണ്. നമ്മിൽ പലരും രോഗശാന്തി ലഭിച്ചിട്ടും രോഗികളായി മാറിയതിൻ്റെ ഒരു കാരണം ഇതാണ് ഒരു കാരണം. വിടുതൽ ലഭിച്ചിട്ടും വീണ്ടും ബന്ധിതരായി തീർന്നതിൻ്റെ കാരണം ഇതാണ്. സമാധാനം ലഭിച്ചിട്ടും അസ്വസ്ഥരായി തീർന്നതിൻ്റെ കാരണവും ഇതാണ്.
നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അനുഗ്രഹം കയ്യിലെടുത്തിട്ട് കൈമോശം വരുന്നവരായി നിരാശരായി പോകുന്നത്? പരിശോധിച്ച് നോക്ക്. ദുഷ്ടതയുടെ പുറങ്കുപ്പായം നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ദുഷ്ടതയുടെ. കൊളോസസ് 3:9-10 വചനം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവോടെ, സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കരുത്. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ചൈതന്യത്തെ നിഷേധിച്ചുകൊണ്ട് നീ എന്ത് കൈവശപ്പെടുത്തിയാലും അത് നിനക്ക് ദോഷം വരുത്തും. യാക്കോബ് അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചപ്പാട് അവിടെ കാണിച്ചു തരുന്നുണ്ട്. ചേട്ടൻ്റെ വസ്ത്രം എടുത്ത് ധരിച്ചിട്ട് അപ്പൻ്റെ അടുത്ത് പോണേ. കണ്ണ് മങ്ങിയിരിക്കുകയാണ് അപ്പൻ, പക്ഷെ കർത്താവിൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ചേട്ടൻ്റെ കുപ്പായം ധരിച്ച് അപ്പനെ പറ്റിച്ചു. 20 കൊല്ലം അടിമയായി പോകേണ്ടി വന്നു. അധികാരത്തിൽ ജീവിക്കേണ്ടവൻ അടിമത്തത്തിലേക്ക് തലകുത്തി. ഒടുക്കം അതേ ചേട്ടൻ്റെ കാല് പിടിച്ചിട്ടാണ് ഈ മനുഷ്യന് പിന്നെ ഒരു ജീവിതം ഉണ്ടാവണേ. തിരിച്ചു വരുമ്പോൾ ഓർക്കുക, അവൻ ചേട്ടൻ്റെ കുപ്പായം എടുത്ത് ധരിച്ചിട്ടാ അനുഗ്രഹം ഒപ്പിച്ചെടുത്തേ. ആ കുപ്പായം പോലും അവന് വെറുതെ ആയിപ്പോയി. നമ്മൾ വളരെ 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 അധികം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മളൊന്നും ആവാതെ എങ്ങുമെത്താതെ പോകുന്നത്? ധ്യാനാനുഭവം ദൈവാനുഭവമാക്കി മാറ്റാൻ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിവിലെത്തിയേ പറ്റുള്ളൂ. സാവൂള് പഴയ മനുഷ്യനെ ഒഴിവാക്കിയത് കൊണ്ടാണ് പൗലോസായത്. മോശ പഴയ ചെയ്തികൾ ഒഴിവാക്കിയത് കൊണ്ടാണ് ഏലിയായുടെ ഒപ്പം ഈശോയുടെ അടുത്ത് വരാൻ പോലുള്ള അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് കിട്ടിയത്. ചെറിയ കാര്യമല്ലത്. ദൈവം ഇടക്ക് മോശയുടെ പഴയ മനുഷ്യനുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ പോകുന്നു, നിന്നിൽ നിന്നൊരു ജനതയെ പുറപ്പെടുവിക്കും. അപ്പൊ മോശ പറയുന്നുണ്ട്, അന്യജനതകൾ അങ്ങേക്കെതിരെ പറയും. മോശയുടെ പഴയ സ്വഭാവമാണെങ്കിൽ അതിശക്തമായി മോശ ഇടപെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനത്തിലേക്ക് ഒരിക്കൽ കൂടെ ഒന്ന് വരണം. എന്തുകൊണ്ടാണ് അനുഗ്രഹം കൈമോശം വരുന്നത്? ധ്യാനാനുഭവം ദൈവാനുഭവം ആക്കി മാറ്റാൻ ഇനിയെങ്കിലും ഒരു തിരിച്ചറിവിലെത്തണം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരം കൂപ്പി പിടിച്ച് കേട്ട വചനങ്ങളെ ഒന്ന് മനസ്സിലിരുത്തിട്ടെ. കർത്താവെ, കൂടിയ ധ്യാനം, ലഭിച്ച ദൈവാനുഭവങ്ങൾ, ലഭിച്ച അനുഗ്രഹങ്ങൾ ഇതെനിക്കിട്ട് തിരിച്ചടിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണത്തിന് പ്രധാനി ഞാൻ എന്ന ഒരു ബോധ്യം എന്നിൽ ഉറപ്പിക്കണമേ. എന്നിലെ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്ത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാനും അനുഗ്രഹത്തിൻ്റെ സമ്പൂർണമായ അവകാശവും സന്തോഷവും ആസ്വദിക്കാനും എന്നെ അനുവദിക്കണമേ. ആമേൻ.